ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ അതുല്യ. അപ്പൊ എല്ലാവരും JLT സംസ്കൃതം പരീക്ഷയ്ക്ക് തയ്യാറെടുത്തോണ്ടിരിക്കുകയായിരിക്കും അല്ലേ? നിങ്ങൾക്കറിയാം, വരുന്ന ജൂലൈ ടു സെപ്റ്റംബർ ഇതിനിടയിൽ നമ്മുടെ പരീക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഓരോ ടെക്സ്റ്റുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്താണ്? ഒരു ടെക്സ്റ്റും നമുക്ക് കുറച്ച് ഭാഗം പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ എക്സാംസും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ സാഹിത്യം മൊഡ്യൂളിലുള്ള ഒരു ഭാഗമാണ് കുമാരസംഭവത്തിന്റെ 5ാമത്തെ സർഗം. പാർവതി ശിവനെ നേടാനായിട്ട് തപസ് ചെയ്യുന്നതും അതിനുശേഷം അവിടെ ശിവൻ ബ്രഹ്മചാരി വേഷത്തിൽ വന്നിട്ട് പാർവതിയെ പരീക്ഷിക്കുന്നതും ശേഷം ശിവൻ സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ആ ഒരു സർഗത്തിൽ വരുന്നത്. അപ്പോൾ ആ സർഗത്തിലെ കുറച്ച് ശ്ലോകങ്ങൾ നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പാർവതി തന്റെ മുമ്പിൽ വെച്ച് കാമദേവനെ ഭസ്മീകരിക്കുന്നത് കണ്ടിട്ട് തന്റെ രൂപം തന്നെ നിന്ദിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ സ്വയം നിന്ദിച്ചിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഇനി എനിക്ക് തപസ് ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗമില്ല ശിവനെ നേടാനെന്ന് മനസ്സിലാക്കിയിട്ട് പാർവതി തപസ്സിനായിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മ മേന പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് നടന്നില്ല. ശേഷം അച്ഛന്റെ അനുമതി നേടാൻ വേണ്ടിയിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് പാർവതി അവിടെ ചെയ്തത്. അതിനുശേഷമുള്ള ശ്ലോകമാണ് ഇത്. 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കാൻ പോണത്. അധാനുരൂപാഭിനിവേശതോഷിണ കൃതാഭ്യനുജ്ഞ ഗുരുണാഗരീയസ പ്രജാസു പശ്ചാത് പ്രഥിതം തദാഖ്യയ ജഗാമ ഗൗരി ശിഖരം ശിഖണ്ഡിമത്. ഒന്നുകൂടി പറയാം. അധാനുരൂപാഭിനിവേശതോഷിണ കൃതാഭ്യനുജ്ഞ ഗുരുണാഗരീയസ പ്രജാസു പശ്ചാത് പ്രഥിതം തദാഖ്യയ ജഗാമ ഗൗരി ശിഖരം ശിഖണ്ഡിമത്. എന്താണ്? അധ അഭിനിവേശതോഷിണ ഗരീയസ ഗുരുണ കൃതാഭ്യനുജ്ഞ പ്രജാസു പശ്ചാത് തദാഖ്യയാ പ്രതിദം ശിഖണ്ഡിമത് ശിഖരം ജഗാമ. ആര് ജഗാമ? ആര് പോയി? ഗൗരി. പാർവതി അധ അനന്തരം അനുരൂപാഭിനിവേശതോഷിണ, അച്ഛന്റെ അനുമതി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോ തന്റെ ആഗ്രഹം അനുരൂപമാണെന്ന് അറിഞ്ഞിട്ട്, പാർവതിയുടെ ആഗ്രഹം അനുരൂപമാണെന്ന് മനസ്സിലാക്കിയ അച്ഛൻ ഗരീയസ ഗുരുണ, ശ്രേഷ്ഠനായ പിതാവിനാൽ കൃതാഭ്യനുജ്ഞ, അനുമതി നൽകപ്പെട്ട ഗൗരി പാർവതി എന്ത് ചെയ്തു? പ്രജാസു പശ്ചാത് തദാഖ്യയാ പ്രതിതം. എന്താണ്? പിന്നീട് പിൽക്കാലത്ത് തന്റെ പേരിൽ, അതായത് ഗൗരി പാർവതിയുടെ പേരിൽ തന്നെ അറിയപ്പെട്ട ശിഖണ്ഡിമത് ശിഖരം ജഗാമ. എന്താണ്? മയിലുകളൊക്കെയുള്ള, മയിലുകളോട് കൂടിയ ശിഖരത്തിലേക്ക് പോയി, കൊടുമുടിയിലേക്ക് പോയി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഥ അനുരൂപാഭിനിവേശതോഷിണ ഗരീയസ ഗുരുണ കൃതാഭ്യനുജ്ഞ പ്രജാസു പശ്ചാത് തദാഖ്യയാ പ്രഥിതം ശിഖണ്ഡിമത് ശിഖരം ജഗാമ. ഗൗരി ജഗാമ, ഗൗരി പോയി. എങ്ങനെ? തന്റെ ആഗ്രഹം അനുരൂപമാണെന്നറിഞ്ഞിട്ട് അനുമതി നൽകപ്പെട്ട, പിതാവിനാൽ അനുമതി നൽകപ്പെട്ട പാർവതി പിന്നീട് തന്റെ പേരിൽ പ്രസിദ്ധമായ മയിലുകളോട് കൂടിയ ശിഖരത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഗൗരി ശിഖരത്തിലേക്ക് തപസ് ചെയ്യുവാനായിട്ട് പോയി എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അന്വയം എന്താണ് പറഞ്ഞത്? അഥാ അനുരൂപാഭിനിവേശതോഷിണ, തന്റെ അനുരൂപമായ ആഗ്രഹമാണെന്ന് മനസ്സിലാക്കി ഗരീയസ ഗുരുണ, ശ്രേഷ്ഠനായ ഗുരുവിനാൽ, പിതാവിനാൽ കൃതാഭ്യനുജ്ഞ, അനുമതി നൽകപ്പെട്ട ഗൗരി പാർവതി പശ്ചാത് പ്രജാസു തദാഖ്യയാ പ്രതിതം, പിൽക്കാലത്ത് പ്രജകളാൽ ആ പേരിൽ, അവളുടെ പേരിൽ അറിയപ്പെട്ട പ്രസിദ്ധമായ ശിഖണ്ഡിമത് ശിഖരം ജഗാമ, മയിലുകളോട് കൂടിയ ശിഖരത്തിലേക്ക് പോയി. ഓക്കെ അല്ലേ? 7ാമത്തെ ശ്ലോകം. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. യഥാ പ്രസിദ്ധൈർ മധുരം ശിരോരുഹൈർ ജഡാഭിരപ്യേവം അഭൂത്തദാനനം ന ഷഡ്പദശ്രേണിഭിരേവ പങ്കജം സശൈവ ലാസംഗമഭി പ്രകാശതേ. ഒന്നുകൂടി നോക്കാം. യഥാ പ്രസിദ്ധൈർ മധുരം ശിരോരുഹൈർ ജഡാഭിരപ്യേവം അഭൂത്തദാനനം ന ഷഡ്പദശ്രേണിഭിരേവ പങ്കജം സശൈവ ലാസംഗമഭി പ്രകാശതേ. എന്താണ്? തദാനനം, അവളുടെ മുഖം, യഥാ എപ്രകാരമാണോ, പ്രസിദ്ധൈഹി ശിരോരുഹൈഹി മധുരം അഭൂത്. എന്താണ്?
പ്രസിദ്ധമായിട്ടുള്ള ശിരോരുഹങ്ങളാൽ മധുരമായിട്ടുള്ളത്, അലങ്കരിക്കപ്പെട്ട ശിരോരുഹങ്ങളാൽ മധുരമായത്. തഥാ അപ്രകാരം തന്നെ എന്ത് ജഡാഭിഹി ഏവ, എന്താണ് ജഡകളെ കൊണ്ടും മധുരമായി തീർന്നു. ജഡാഭിഹി ഏവ മധുരമഭൂത്, ജഡകളെ കൊണ്ട് എപ്രകാരമാണോ അലങ്കരിക്കപ്പെട്ട മുടിയെ കൊണ്ട് മധുരമായിരുന്നത്, അതുപോലെ തന്നെ ജഡകളെ കൊണ്ടും പാർവതിയുടെ മുഖം മധുരമായി തീർന്നു. പിന്നീട് എന്താ പറയണത്? പങ്കജം ഷഡ്പദ ശ്രേണിഭിഹി ഏവന സശൈവലാസംഗമഭി പ്രകാശത്തെ. അതിനൊരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാളിദാസൻ എന്താ പറഞ്ഞേക്കുന്നത്? താമര പങ്കജം ഷഡ്പദ ശ്രേണിഭിഹി ഏവന, എന്താണ് വണ്ടുകളെ കൊണ്ട്, വണ്ടുകളുടെ കൂട്ടങ്ങളെ കൊണ്ട് മാത്രമല്ല, സശൈവലാസംഗമഭി പ്രകാശത്തെ, പായല് പറ്റിപ്പിടിച്ചിരുന്നാലും എന്താണ് പ്രകാശിക്കും. അതുപോലെ പാർവതിയുടെ മുടി അലങ്കരിക്കപ്പെട്ടിരുന്നപ്പോൾ എപ്രകാരം മധുരമായിരുന്നുവോ അപ്രകാരം തന്നെ ഇവിടെ ജട പിടിച്ച് ജടയായിട്ട് തപസ് ചെയ്യുവാൻ വേണ്ടി ജടാധാരി ആയപ്പോഴും അപ്രകാരം തന്നെ മധുരമായി തീർന്നു എന്നാണ് കാളിദാസൻ ആ ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പോൾ പാർവതി അവിടെ തപസ് ചെയ്യാൻ പോയത് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ കാളിദാസൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒന്നുകൂടി പറയാം. യഥാ പ്രസിദ്ധൈർ മധുരം ശിരോരുഹൈർ ജഡാഭിരപ്യേവം അഭൂത്തദാനനം ന ഷഡ്പദശ്രേണിഭിരേവ പങ്കജം സശൈവലാസംഗം അഭിപ്രകാശത്തെ. എന്താണ്? തദാനനം യഥാ പ്രസിദ്ധൈഹി ശിരോരുഹൈഹി മധുരമഭൂത് തഥാ ജഡാഭിഹി ഏവം, അല്ലെങ്കിൽ ജഡാഭിഹി അഭി ഏവം, എന്താണ് ജഡകളെ കൊണ്ടും അപ്രകാരം തന്നെ മധുരമായി തീർന്നു. പങ്കജം ഷഡ്പദ ശ്രേണിഭിഹി ഏവന സശൈവലാസംഗമഭി പ്രകാശത്തെ. താമര എന്ത് ഷഡ്പദ ശ്രേണികളെ കൊണ്ട് മാത്രമല്ല പറ്റിപ്പിടിച്ച പായലിനാലും പ്രകാശിക്കുന്നു. അതുപോലെയാണ് പാർവതിയുടെ മുഖം, അതായത് അവിടെ അലങ്കരിക്കപ്പെട്ടില്ലെങ്കിലും ജടകളാണെങ്കിലും അവിടെ പാർവതി മധുരമായി നിൽക്കുന്നു, അല്ലെങ്കിൽ മധുരമായി ഭവിക്കുന്നു എന്നാണ് അവിടെ കാളിദാസൻ പറയുന്നത്. ഓക്കെ ആയില്ലേ? അടുത്ത ശ്ലോകം നോക്കാം. പ്രതിക്ഷണം സാ കൃതരോമ വിക്രിയാം വ്രതായ മൗഞ്ചീം ത്രിഗുണാം ബഭാരയാം അകാരി തത്പൂർവ നിബന്ധയാതയാ സരാഗമസ്യ രസനാഗുണാസ്പദം. എന്നൂടി വായിക്കാം. പ്രതിക്ഷണം സാ കൃതരോമ വിക്രിയാം വ്രതായ മൗഞ്ചീം ത്രിഗുണാം ബഭാരയാം അകാരി തത്പൂർവ നിബന്ധയാതയാ സരാഗമസ്യ രസനാഗുണാസ്പദം. എന്താണ്? സാ പ്രതിക്ഷണം കൃതരോമ വിക്രിയ ത്രിഗുണ മൗഞ്ചി വ്രതായ ബഭാര. എന്താണ്? അവള് പ്രദക്ഷിണം നിരന്തരം രോമവിക്രിയ ഉണ്ടാക്കുന്ന 3 ഇഴകളുള്ള മുഞ്ഞവള്ളിയെ വ്രതത്തിനായിട്ട് ധരിച്ചു. തയാ തത് പൂർവ നിബന്ധയാ അസ്യ രസനാഗുണാസ്പദം സരാഗം അകാരി. എന്താണ്? അത് ആദ്യമായി ധരിച്ചപ്പെടുന്നത് കാരണം, അല്ലെങ്കിൽ ധരിക്കപ്പെട്ടത് കാരണം രചനയ്ക്കാസ്പദമായിട്ടുള്ള ഭാഗം ചുവന്നു എന്നുള്ള രീതിയിൽ അവിടെ പാർവതി തപസ്സിനായിട്ട് ഓരോ സജ്ജീകരണങ്ങൾ ചെയ്തു തുടങ്ങി, മുഞ്ഞവള്ളിയെ ധരിച്ചു എന്നുള്ള കാര്യം കാളിദാസൻ അവിടെ പറയാണ്. എന്താണ് അവിടെ പറഞ്ഞത്? സാ പ്രദക്ഷിണം കൃതരോമ വിക്രിയ ത്രിഗുണ മൗഞ്ചി യാ വ്രതായ ബഭാര തയാ പൂർവനിബന്ധയ തത് പൂർവനിബന്ധയ അസ്യ രസനാഗുണാസ്പദം സരാഗമകാരി. സാ അവൾ പ്രദക്ഷിണം കൃതരോമ വിക്രിയ നിരന്തരം ഓരോ ക്ഷണം തോറും എന്ത് രോമവിക്രിയ ഉണ്ടാക്കുന്ന ത്രിഗുണാം 3 ഇഴകളുള്ള മൗഞ്ചി മുഞ്ഞവള്ളിയെ വ്രതായ യാം വ്രതായ ബഭാര ഏതൊരു മുഞ്ഞവള്ളിയെ വ്രതത്തിനായിട്ട് ധരിച്ചുവോ തത് പൂർവനിബന്ധയാ എന്ത് അത് ആദ്യമായി ധരിക്കപ്പെട്ടത് കാരണം അസ്യ രസനാഗുണാസ്പദം ആ അവളുടെ രചനയ്ക്കാസ്പദമായിട്ടുള്ള ഭാഗം സരാഗമകാരി ചുവന്ന നിറമുള്ളതായി മാറി എന്നുള്ള രീതിയിൽ അവിടെ പാർവതി തപസ്സിനായിട്ട് ആരംഭിച്ചു, അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു തുടങ്ങി എന്നാണ് അവിടെ പറയുന്നത്. പ്രദക്ഷിണം സാ കൃതരോമ വിക്രിയാം വ്രതായ മൗഞ്ചീം ത്രിഗുണാം ബഭാരയാം അകാരി തത്പൂർവ നിബന്ധയാതയാ സരാഗമസ്യ രസനാഗുണാസ്പദം. അടുത്ത ശ്ലോകം നോക്കാം. നമുക്ക് 12ാമത്തെ ശ്ലോകത്തിലേക്ക് വരാം.
മഹാർഹശയ്യാ പരിവർത്തനച്യുതൈ സ്വകേശ പുഷ്പൈരപി യാസ്മദൂയതേ അശേദസാ ബാഹുലതോപധായിനി നിഷേദുഷി സ്തണ്ഡിലയേവ കേവലേ. മഹാർഹശയ്യാ പരിവർത്തനച്യുതൈ സ്വകേശ പുഷ്പൈരപി യാസ്മദൂയതേ അശേദസാ ബാഹുലതോപധായിനി നിഷേദുഷി സ്തണ്ഡിലയേവ കേവലേ. എന്താണ് അവിടെ പറയുന്നത്? മഹാർഹശയ്യാ പരിവർത്തനച്യുതൈ. എന്താണ്? മഹത്തായ ശയ്യയിൽ പരിവർത്തനം ചെയ്തത് കാരണം കൊഴിഞ്ഞ, ച്യുതമായിട്ടുള്ള കൊഴിഞ്ഞ സ്വകേശ പുഷ്പൈരപി, സ്വകേശ പുഷ്പൈ, സ്വന്തം മുടിയിലെ പുഷ്പങ്ങളെ കൊണ്ട് പോലും യാ ദൂയതേ സ്മ, ആര് ദുഃഖിച്ചിരുന്നുവോ, സാ അവള്, ബാഹുലതോപധായിനി, എന്ത്, ലതകൾ, വള്ളികൾ കൊണ്ട് മാത്രം നിർമ്മിച്ച, അല്ലെങ്കിൽ വള്ളികൾ മാത്രമുള്ള, കേവലേ സ്തണ്ഡിലേവ, കേവലം നിലത്ത് തന്നെ, അശേദ നിഷേധുഷീച്ച, എന്താണ്, കിടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. അതായത് മഹത്തായ ശൈലിയിൽ പരിവർത്തനം ചെയ്തത് കാരണം കൊഴിഞ്ഞിട്ടുള്ള സ്വന്തം തലമുടിയിലെ പൂക്കളെ കൊണ്ടുപോലും യാതൊരുവളാണോ ദുഃഖിച്ചിരുന്നത്, അവള് കേവലം ലതയെ തലയണയാക്കിയിട്ട്, അല്ലെങ്കിൽ ലതയെ തലയണയാക്കിയിട്ട് വെറും നിലത്ത് ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അവിടെ പാർവതിയെ പറ്റിയിട്ട് കാളിദാസൻ പറയുന്നത്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പാർവതി തപസ്സിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നവിടെ പറയാൻ. അന്വയം എന്താ വരുന്നത്? മഹാർഹശയ്യാ പരിവർത്തനച്യുതൈഹി സ്വകേശ പുഷ്പൈഹി അഭി യാ ദൂയതേ സ്മ സാ ബാഹുലതോപധായിനി കേവലേ സ്തണ്ഡില ഏവ അശേദ നിഷേധുഷി ച. ഒന്നുകൂടി ശ്ലോകം പറയാം. മഹാർഹശയ്യാ പരിവർത്തനച്യുതൈ സ്വകേശ പുഷ്പൈരപി യാസ്മദൂയതേ അശേദസ ബാഹുലതോപധായിനി നിഷേധുഷി സ്തണ്ഡില ഏവ കേവലേ. എന്താണ് അന്വയം? മഹാർഹശയ്യാ പരിവർത്തനച്യുതൈഹി സ്വകേശ പുഷ്പൈഹി അപി യാ ദൂയതേ സ്മ സാ ബാഹുലതോപധായിനി കേവലേ സ്തണ്ഡില ഏവ അശേദ നിഷേധുഷി ച. എന്താണ്? മഹത്തായ ശയ്യയിൽ പരിവർത്തനം ചെയ്യപ്പെട്ടത് കാരണം കൊഴിഞ്ഞിട്ടുള്ള അവളുടെ സ്വന്തം തലയിലെ പുഷ്പങ്ങൾ കൊണ്ട് പോലും ദുഃഖിച്ചിരുന്നവൾ ഇന്ന് ലതയെ തലയണയാക്കിയിട്ട്, വള്ളികളെ തലയണയാക്കിയിട്ട് വെറും നിലത്ത് ഇരിക്കുകയും കിടക്കുകയും ചെയ്തു. പുനർഗൃഹീതും നിയമസ്ഥയാതയാ ദ്വയേപി നിക്ഷേദ ഇവാർപ്പിതം ദ്വയം ലതാസു തന്വേഷു വിലാസചേഷ്ടിതം വിലോലദൃഷ്ടം ഹരിണാങ്കനാസു ച. എന്താണ്? നിയമസ്ഥയാതയ, എന്താ അവിടെ പറയണേ? നിയമസ്ഥയാതയ, നിയമസ്ഥയായ അവൾ, വിലാസചേഷ്ടിതം തന്വേഷു ലതാസു വിലോലദൃഷ്ടം ഹരിണാങ്കനാസു ച ദ്വയേപി പുനർഗൃഹീതും നിക്ഷേപ ഇവ ദ്വയം അർപ്പിതം. എന്താണ്? അവിടെ നിയമസ്ഥയായിട്ടുള്ള അവള് വിലാസചേഷ്ടകളൊക്കെ തന്നുകളായിട്ടുള്ള തളിരിലകൾക്കും ഇലകളിലും വിലോല ദൃഷ്ടത്തെ, ചഞ്ചല നോട്ടത്തെ ഹരിണാങ്കനങ്ങളിലും, അതായത് മാൻപേടകളിലും രണ്ടും വീണ്ടും ഗൃഹീത്വമാക്കാം, അല്ലെങ്കിൽ വീണ്ടും ലഭിക്കുവാൻ എന്ന വണ്ണം രണ്ടും ഇവരിൽ രണ്ടിലും, അതായത് തന്നുകളായിട്ടുള്ള ലതകളിലും ഹരിണാങ്കനങ്ങളിലും നിക്ഷേപിച്ചു എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതായത് അവള് ചഞ്ചല നോട്ടവും വിലോല ദൃഷ്ടിയും ഒക്കെ തപസ്സിനായിട്ട് പോയത് കൊണ്ട് അതൊക്കെ അവൾ ഉപേക്ഷിച്ചു. അത് തന്നുകൾ, അതായത് അവിടെ ഇളം മല്ലികളിലും ഹരിണാങ്കന മാൻപേടകളിലും തന്റെ വിലോല ദൃഷ്ടിയും വിലാസചേഷ്ടകളും ഒക്കെ ഉപേക്ഷിച്ച് അവള് തപസ്സിനായിട്ട് ഒരുങ്ങി എന്ന് പറയാണ് അവിടെ. എന്താണ്? നിയമസ്ഥയാതയ, നിയമസ്ഥയായിട്ടുള്ള അവൾ, വിലോല ചേഷ്ടിതം, വിലോല ചേഷ്ടകളൊക്കെ, അവളുടെ വിലാസചേഷ്ടകളൊക്കെ, ലതാസു തന്വേഷു, തന്വേഷു ലതാസു ഇളം വല്ലികളിലും, വിലോല ദൃഷ്ടം ചഞ്ചല നോട്ടത്തെ, ഹരിണാങ്കനാസു ച, എന്താണ്? മാൻപേടകളിലും ച ദ്വയേപി പുനർഗൃഹീതും നിക്ഷേപ ഇവ അർപ്പിതം, രണ്ടും വീണ്ടും ലഭിക്കാൻ എന്ന വണ്ണം, അല്ലെങ്കിൽ വീണ്ടും നേടാൻ എന്ന വണ്ണം നിക്ഷേപം എന്ന പോലെ ഇവ രണ്ടിലും അർപ്പിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്ലോകം എന്താ പറയണത്? പാർവതി തന്റെ വിലാസചേഷ്ടകളും വിലോല ദൃഷ്ടിയും ഒക്കെ ഉപേക്ഷിച്ചു, തപസ്സിനായിട്ട് തയ്യാറെടുത്തു. അത് മാൻപേടകളിലും
ഇളം വല്ലികളിലുമൊക്കെ കൊടുത്തതായിട്ട്, അല്ലെങ്കിൽ ഒരു നിക്ഷേപം എന്ന പോലെ വീണ്ടും ലഭിക്കുന്നതിനായിട്ട് കൊടുത്ത പോലെ അവിടെ കാളിദാസൻ വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ വിലാസ ചേഷ്ടകളൊക്കെ ഇളം വല്ലികൾക്ക് കൊടുത്തു, അതുപോലെ തന്നെ മാൻപേടകൾക്ക് വിലോല ദൃഷ്ടിയും ചഞ്ചല നോട്ടവും കൊടുത്തു. അതായത് അവിടെ പാർവതി തപസ്സിനായിട്ട് പോയി, അതായത് ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരുക്കങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഓരോന്ന് മുഞ്ഞവള്ളി ധരിച്ചു, അതിനുശേഷം വെറും നിലത്ത് കിടക്കാനും ഇരിക്കാനും ഒക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ തന്റെ ചഞ്ചല നോട്ടവും വിലാസ ചേഷ്ടകളും ഒക്കെ ഉപേക്ഷിച്ചു എന്ന് പറയാണ്. ശ്ലോകം ഒന്നുകൂടി വായിക്കാം. പുനർഗൃഹീതും നിയമസ്ഥയാതയാ ദ്വയേപി നിക്ഷേപയിവാർപ്പിതം ദ്വയം ലതാസു തന്വീഷു വിലാസചേഷ്ടിതം വിലോലദൃഷ്ടം ഹരിണാങ്കനാസുച. നിയമസ്ഥയാതയാ വിലാസചേഷ്ടിതം തന്വിഷു ലതാസു വിലോലദൃഷ്ടം ഹരിണാങ്കനാസുച ദ്വയേപി പുനർഗൃഹീതും നിക്ഷേപ ഇവ ദ്വയമർപ്പിതം. എന്താണ്? രണ്ടും നിക്ഷേപം എന്ന പോലെ വീണ്ടും ഗ്രഹിക്കാൻ എന്ന വണ്ണം മാൻപേടകളിലും ഇളം വല്ലികളിലും അർപ്പിച്ചു. വിലാസചേഷ്ടകളും വിലോലദൃഷ്ടും ചഞ്ചല നോട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. പുനർഗൃഹീതും നിയമസ്ഥയാതയാ ദ്വയേപി നിക്ഷേപ ഇവാർപ്പിതം ദ്വയം ലതാസു തന്വീഷു വിലാസചേഷ്ടിതം വിലോലദൃഷ്ടം ഹരിണാങ്കനാസുച. ഓക്കെ, അപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാണ്. CCയിൽ JLT സംസ്കൃതത്തിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസും എക്സ്ട്രാ ലൈവ് ക്ലാസ്സസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. 8589083568 എന്നുള്ള ആ നമ്പർ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്